ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അത് നുണ പറയുന്ന നാവ്, കള്ളസാക്ഷി പറയുന്നവൻ. മതി, ഇനി നിങ്ങളൊന്നും പറയണ്ട. ഒരുപക്ഷെ കർത്താവിന്റെ നിശ്ചയമാവാം. ഞാൻ എല്ലാം പറയാം. ചേട്ടാ, ഞാൻ ജയശ്രീയുടെ മോളാ. അമ്മയും ചേട്ടനും ഒരേ സ്റ്റേഷനിലല്ലേ ജോലി ചെയ്തിരുന്നത്? ജയശ്രീ മാഡത്തിന്റെ മോളാണോ? അതെ. ചേട്ടാ, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടാ ചേട്ടനെ ഒന്ന് കണ്ടെത്തിയത്. നിങ്ങളെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അമ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാ ചേട്ടനെ അന്വേഷിച്ചത്. അമ്മയോടൊപ്പം ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടോന്ന് തിരക്കിയപ്പോ IG ജോർജ് സാറാ ചേട്ടന്റെ പേര് പറഞ്ഞത്. അതെ, പക്ഷേ ഈ സ്ഥലവും ചേട്ടനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറെ കറങ്ങി. എല്ലാം വെറുതെ ആയല്ലോ. സ്വന്തം അമ്മയെക്കുറിച്ച് മകൾക്കറിയാത്ത എന്ത് കാര്യങ്ങളാ ഞാൻ പറഞ്ഞു തരേണ്ടത്? അല്ലെങ്കിൽ തന്നെ എനിക്കെന്തറിയാം? ദൈവവിളിക്ക് കാതോർത്ത് കർത്താവിലേക്കുള്ള വഴിതേടി നടക്കുന്ന ഒരു പാപിയായ മനുഷ്യൻ മാത്രമാണ് ഞാൻ. നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ തിരിച്ചു വയ്ക്കോളൂ. അങ്ങനെ ഞങ്ങൾ ഒഴിവാക്കല്ലേ ചേട്ടാ. സ്നേഹിച്ച് കൊതി തീരും മുൻപേ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടതാ. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ അമ്മയെ എല്ലാരും മോശക്കാരിയാക്കി പഴി പറയുന്നത് കേട്ടാ ഞാൻ വളർന്നത്. അതേ കാരണത്തിന്റെ പേരില് എന്നെയും അവഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ചു കാലമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എന്റെ അമ്മ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൈക്കൂലിക്ക് വേണ്ടിയോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ എന്റെ അമ്മ ഒരു തെറ്റും ചെയ്യില്ല. നിരപരാധിയായ ആരെയും ഉപദ്രവിക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിയില്ല. എന്നിട്ടും ഈ കുറ്റങ്ങളെല്ലാം എന്റെ അമ്മയുടെ പേരിൽ വന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയണം. ആരോടും പകരം ചോദിക്കാനോ പ്രതികാരം ചെയ്യാനോ ഒന്നുമല്ല. സത്യം എന്താണെന്ന് അറിയാൻ, എന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. അത്രയൊക്കെ അറിയാൻ എനിക്ക് അവകാശമില്ല ചേട്ടാ. അമ്മയും അജയൻ അമ്മാവനും കൂടി ഏതോ ഒരു കേസിന്റെ പുറകെയായിരുന്നു എന്ന് എനിക്കറിയാം. അതെല്ലാം മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ആ കേസിന്റെ അന്വേഷണത്തിനിടയിൽ എന്തോ സംഭവിച്ചു. അതെന്താണെന്ന് ആരും പറയുന്നില്ല. ആ സമയത്ത് അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു മാത്യു ചേട്ടൻ. ചേട്ടൻ എന്നെ സഹായിക്കാൻ കഴിയും. പ്ലീസ് ചേട്ടാ, ചേട്ടനറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. മോൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയാമെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് മാഡം അന്വേഷിച്ചിരുന്ന കേസിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മോളുടെ അമ്മ ഒരു നല്ല സ്ത്രീയായിരുന്നു. മാഡം എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തിരിച്ചു വയ്ക്കോളൂ. ചേട്ടാ, 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 എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിവരങ്ങൾ തരാൻ കഴിയുന്ന ആരുടെങ്കിലും പേരെങ്കിലും ഒന്ന് പറഞ്ഞതാ. ആ ജീവിതമെല്ലാം കഴിഞ്ഞുപോയ ഒരു ജന്മം പോലെ ഞാൻ മറന്നു തുടങ്ങി. ഇനി വയ്യ, എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. പിതാവ് എനിക്ക് തരുന്ന എല്ലാവരും
എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയുമില്ല. യോഹന്നാൻ 6:37. ചേട്ടനെ തേടി വന്നവരാ ഞങ്ങള്. ഞങ്ങൾക്ക് വഴി കാണിക്കേണ്ടത് ചേട്ടന്റെ കടമയാ. സത്യം തേടി വരുന്നവർക്ക് മുന്നിൽ മുഖം തിരിക്കുന്നത് കർത്താവ് ക്ഷമിക്കില്ല. ചിന്തയും പ്രവൃത്തിയും ഒന്നായാലേ മനസ്സിന് സമാധാനം ഉണ്ടാവൂ ചേട്ടാ. സങ്കീർത്തനം 15:1-2 പറയുന്നത് എന്താ? കർത്താവെ, നിന്റെ കൂടാരത്തിൽ പാർക്കുന്നതാര്? ഹൃദയത്തിൽ സത്യം സൂക്ഷിക്കുന്നവൻ. ചേട്ടൻ എല്ലാ സത്യങ്ങളും അറിയാം, പക്ഷേ ഞങ്ങളോട് നുണ പറയുക. സദൃശവാക്യങ്ങൾ 6:16-19 പറയുന്നത് കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അത് നുണ പറയുന്ന നാവ്, കള്ളസാക്ഷി പറയുന്നവൻ. മതി, ഇനി നിങ്ങളൊന്നും പറയണ്ട. ഒരുപക്ഷെ കർത്താവിന്റെ നിശ്ചയമാവാം. ഞാനെല്ലാം പറയാം. നിങ്ങൾ വരൂ. അജയൻ തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു. അതെടുത്ത് വെക്ക്. ആ, വേഗാവട്ടെ. അതുകൂടെ എടുത്ത് വെച്ചേക്കും. പോലീസുകാരിപ്പോ എത്തും. അവരെത്തുന്നതിന് മുമ്പ് മെയിൻ ഫയലുകളൊക്കെ എടുത്ത് മാറ്റിയേ പറ്റൂ. ആ, എന്തിനാ സാറേ ഇതൊക്കെ എടുത്ത് മാറ്റുന്നേ? ആ, ആർക്കറിയാം. മാറ്റാൻ പറഞ്ഞാൽ മാറ്റണം, അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ തിരക്കാൻ പോയാലേ തലവേദനയാവും. അത് ശരിയാ. നമ്മൾ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? പറഞ്ഞ ഫയൽ എടുത്തു കൊടുത്താ പോരെ? ആ, അതെ. എല്ലാം എന്റെ തന്നേക്കേ, ഞാൻ മാറ്റി വെച്ചോളാം. ആ. എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞോ? ഓ, ആ, അതെ, സേഫായിട്ട് വെക്കണം കേട്ടോ. തൽക്കാലം ഈ ഫയലെല്ലാം അങ്ങോട്ട് വെക്കുക. ആ. വേഗം ആ ഫയലിൽ നിന്ന് നോക്കട്ടെ. ചെല്ല്. കുഴപ്പമില്ല സാർ, ഞാൻ കൊണ്ടുവച്ചേക്കാം. ആ, എന്നാ വെച്ചോ. ഹലോ, ആ അജയൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവന്റെ കയ്യിലൊരു ഫയലുണ്ട്. അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവന്റെ മേലെ ഒരു കണ്ണ് വേണം. അതെ, നിങ്ങളെ അവിടെ തിരക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ. ചെല്ല്.